Hi students, welcome to our channel Chem Queen. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹാലോ ആൽക്കെയിൻസ് ആണ്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര കീറാമുട്ടിയായിട്ടുള്ളൊരു സാധനമാണല്ലേ ഓർഗാനിക് കെമിസ്ട്രി. എന്നാൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കതങ്ങനെ അവോയ്ഡ് ചെയ്താൽ കളയാനും പറ്റില്ല, എന്നാൽ പഠിച്ചിട്ടൊട്ട് തലയിൽ കയറുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്നാണ്. അപ്പോൾ നമ്മുടെ 12th ഓർഗാനിക് കെമിസ്ട്രിയിലെ സ്റ്റാർട്ടിംഗ് ചാപ്റ്റർ ഇതാണ്, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. അപ്പോൾ അത് മുഴുവനും കൂടെ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ആദ്യം നമുക്ക് ഹാലോ ആൽക്കെയിൻസ് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ആ പേരിൽ നിന്ന് തന്നെ എൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻസിൽ ഹാലജൻ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അവരെയാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സിനും ഒരു ജനറൽ ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റിലായിരിക്കും എപ്പോഴും പോവുക. എങ്ങനെ ജനറൽ ഫോമാറ്റ്? ആദ്യം അവരുടെ ക്ലാസിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അവരുടെ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം പറയാം. അതിനുശേഷം അവരുടെ പ്രിപ്പറേഷൻ, ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രിപ്പറേഷൻ, ദെൻ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, ഈ ഒരു ട്രെൻഡിലാണ് എല്ലാം പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ആദ്യം അവരുടെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കണം, ദെൻ പ്രിപ്പറേഷൻ പഠിക്കണം, ഫിസിക്കൽ പ്രോപ്പർട്ടി ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. അത്രയും കഴിഞ്ഞാൽ ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അതോടുകൂടി കഴിയും. ഓക്കെ, സോ ഹാലോ ആൽക്കെയിൻസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഒന്ന് ഗോ ത്രൂ ചെയ്ത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ശരി, ഹാലോ ആൽക്കെയിൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഹാലോ അരീൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, ഹാലോ ആൽക്കെയിൻസ് ഒരു കാർബൺ, ഒരു ആൽക്കൈൽ ചെയിനിലേക്കാണല്ലോ ഹാലജൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഹാലജൻ കണക്ട് ചെയ്തിരിക്കുന്ന ആ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആകാം, ചിലപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് ആകാം. അങ്ങനെ രണ്ട് രീതിയിലാകാം. അതിൽ sp2 ഹൈബ്രിഡൈസേഷൻ വരുന്നത് ഹാലോ അരീൻ വരുമ്പോഴാണ്, അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ ഹാലോ ആൽക്കെയിൻസ് നോക്കുന്നത് കൊണ്ട് തന്നെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ത് ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും? sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ദെൻ അത് തന്നെ 3 തരത്തിൽ വരാം. ആ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ കണ്ടോ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ കാർബൺ ചെയിനിലേക്കാണ് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയും. ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് എന്നായിരിക്കും നമ്മളവരെ പറയും. ഓക്കെ, ഹാലജൻ കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ sp3 അല്ലേ, നോക്കിയേ കണ്ടോ, അത് sp3 ഹൈബ്രിഡൈസ്ഡാണ്. ഇനി ഇവിടെയും അതേലോ, ഹാലജൻ കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ എന്ത് ഹൈബ്രിഡൈസ്ഡാണ്? sp3 ഹൈബ്രിഡൈസ്ഡാണ്. പക്ഷേ ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ. ആ ഡബിൾ ബോണ്ടിന് എന്താ പ്രത്യേകത നിങ്ങളൊന്ന് നോക്കിയേ. എവിടെയാണോ ഹാലജൻ കണക്ട് ചെയ്തിരിക്കുന്നത് ആ കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ എന്ത് വന്നിരിക്കുന്നു? ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നു. ഹാലജൻ അല്ലെങ്കിൽ ഏതൊരു ഫങ്ഷണൽ ഗ്രൂപ്പും കണക്ട് ചെയ്ത കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ ഡബിൾ ബോണ്ട് വന്നാൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് അല്ലൈലിക്. സോ ആ ഹാലൈഡിനെ നമ്മൾ വിളിക്കുന്ന പേര് അല്ലൈലിക് ഹാലൈഡ്. ഇതിന് പകരം ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ അതിനെ അല്ലൈലിക് ആൽക്കഹോൾ എന്ന് വിളിക്കും. ആൽഡിഹൈഡ് ആണെങ്കിൽ അല്ലൈലിക് ആൽഡിഹൈഡ് എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോൾ എവിടെയാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിൻ്റെ തൊട്ടപ്പുറത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വന്നാൽ നമ്മൾ അതിനെ അല്ലൈലിക് എന്നായിരിക്കും വിളിക്കുക. അപ്പോൾ അത് അല്ലൈലിക് ഹാലൈഡ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ബെൻസൈലിക് ഹാലൈഡ്. അവിടെയും കണ്ടോ, ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് തന്നെയാണ്. പക്ഷേ ആ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഇസ് അറ്റാച്ച്ഡ് ടു എ ബെൻസീൻ റിംഗ്. അപ്പോൾ ഹാലജൻ അറ്റാച്ച്ഡ് ടു ആൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു എ ബെൻസീൻ റിംഗ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത അവരുടെ പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. പ്രിപ്പറേഷന് 2-3-4 മെത്തേഡ് ഉണ്ട്. മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യത്തെ പ്രിപ്പറേഷൻ വളരെ സിമ്പിളാണ്, നമുക്ക് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ തന്നെ കിട്ടാവുന്ന ഒരു മെത്തേഡാണ്. എന്താ? ഒരു ആൽക്കെയിൻ എടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് ഹാലജൻ ആഡ് ചെയ്താൽ പോരെ, അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് കിട്ടിക്കോളൂല്ലേ? അത്രയേ ഉള്ളൂ ഫസ്റ്റ് മെത്തേഡ്. ബൈ ദ ഡയറക്റ്റ് ഹാലജനേഷൻ ഓഫ് ആൽക്കെയിൻസ്, ആൽക്കെയിൻസിനെ നേരിട്ട് ഹാലജനേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആൽക്കെയിൻസിലെ ഏത് ഹൈഡ്രജൻ വേണേലും മാറിയിട്ട് അവിടെ ക്ലോറിൻ കയറാമല്ലോ. സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നുണ്ടോ, ഇത് ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈന് ക്ലോറിൻ ഓർ ബ്രോമിൻ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടുന്ന് ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്ലോറിൻ കയറാൻ പല സ്ഥലങ്ങളുണ്ടല്ലേ. ഒന്നുകിൽ ഈ കാർബണിൽ, അല്ലെങ്കിൽ ഇതിൽ, അല്ലെങ്കിൽ ഇതിൽ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും കയറാം അല്ലേ. ഏതിൽ കയറണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഓർഡറാണ്. ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അതായത് ടേർഷ്യറി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതാണ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയുള്ളൂ, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. അപ്പം ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിളിൽ ടേർഷ്യറി ഇല്ല, സെക്കൻഡറിയും പ്രൈമറിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായിരിക്കും അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുക? സെക്കൻഡറി ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുക. അപ്പോൾ ഈ അറ്റത്തെ രണ്ടിടത്തുനിന്ന് പോവില്ല, നടുക്കുള്ള രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ മാറിയായിരിക്കും ഹാലജൻ വരിക. ഓക്കെ, ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് നമുക്ക് ക്ലോറിനേഷൻ ചെയ്യാം, ബ്രോമിനേഷൻ ചെയ്യാം. പക്ഷേ അയഡിനേഷൻ മാത്രം ഇതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അയഡിനേഷൻ ഇസ് റിവേഴ്സിബിൾ. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ പുറകോട്ടും കൂടെ റിയാക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക്
മതിയായ ഈൽഡ് കിട്ടില്ല. അതുകൊണ്ട് അയഡിനേഷൻ മാത്രം ഇതുകൊണ്ട് ചെയ്യാറില്ല. ലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിനേഷൻ ആൻഡ് ബ്രോമിനേഷനാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു, സിമ്പിളാണ്. അതിൽ പിന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത അയഡിനേഷനെ കുറിച്ചായിരിക്കും. ഓക്കെ, അയഡിനേഷൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ആയിരിക്കും ചോദിക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ മെത്തേഡ്, ആൽക്കീൻസിനെ ഹൈഡ്രജൻ ഹാലൈഡ് കൊണ്ട് ആഡ് ചെയ്താൽ മതി. ആൽക്കീൻസിൻ്റെ കൂടെ ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുക. കണ്ടോ, ഒരു ആൽക്കീൻ എടുക്കുക, ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ HCl, HBr, HF ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ അഡീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ആൾക്കാർ കയറുകയാണ്. പക്ഷേ നമ്മളിതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഹൈഡ്രജൻ ഇവിടെയും ബ്രോമിൻ ഇവിടെയും കയറാം, അല്ലെങ്കിൽ തിരിച്ച് ഹൈഡ്രജൻ ഇവിടെയും ബ്രോമിൻ ഇവിടെയും കയറാം. സോ 2 പോസിബിലിറ്റീസ് ഉണ്ട് ഇതിന്. ആ 2 പോസിബിലിറ്റിയിൽ ഏതാണ് മേജർ പ്രൊഡക്റ്റ് എന്ന് തീരുമാനിക്കുന്ന റൂളിൻ്റെ പേരാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ആ റൂളാണ് മാർക്കോണിക്കോവ്സ് റൂൾ. നിങ്ങൾ 11th പഠിച്ചിട്ടുള്ളതാണ്. എന്താ മാർക്കോണിക്കോവ്സ് റൂൾ പറയുന്നത്? വെൻ ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ ഈസ് ട്രീറ്റഡ് വിത്ത് an addendum, the negative part of the addendum goes to that carbon which contains lesser number of hydrogen atom. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന അഡൻഡത്തിൻ്റെ നെഗറ്റീവ് പാർട്ട് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലേക്ക് പോകുള്ളൂ എന്ന്. സോ ആഡ് ചെയ്ത അഡൻഡത്തിൻ്റെ നെഗറ്റീവ് പാർട്ട് ഏതാ? Br ആണല്ലേ നെഗറ്റീവ് പാർട്ട്. അപ്പോൾ Br എങ്ങോട്ട് പോകും? ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജനിലേക്ക് പോകും. അതായത് ഇവിടെയാണ് ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുള്ളൂ. സോ മാർക്കോണിക്കോവ്സ് റൂൾ അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്താം. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഫ്രം ആൽക്കഹോൾസ്. ആൽക്കഹോളിൽ നിന്ന് നമുക്ക് ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് തന്നെ 3-4 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഈ എഴുതിയിരിക്കുന്നത്. ബൈ ദ റിയാക്ഷൻ ഓഫ് ആൽക്കഹോൾ വിത്ത് ഹാലജൻ ആസിഡ്. ആൽക്കഹോളിനെ ഹാലജൻ ആസിഡ് കൊണ്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഇത് കണ്ടോ, ആൽക്കീനെ ഹൈഡ്രജൻ ഹാലൈഡ് തന്നെയാണ് ഹാലജൻ ആസിഡ്. ഹാലജൻ ആസിഡ് കൊണ്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡ് കൊണ്ട് ആൽക്കീനെ ട്രീറ്റ് ചെയ്താലും ആൽക്കഹോളിനെ ട്രീറ്റ് ചെയ്താലും നിങ്ങൾക്ക് ആൽക്കൈൽ ഹാലൈഡ് തന്നെ കിട്ടും. ഓക്കെ, HCl ആദ്യം നമ്മൾ ക്ലോറിനേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് HCl ആഡ് ചെയ്തു. HCl ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും കൂടെ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും വേണം. HCl അലോങ് വിത്ത് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് ഹാലജനേഷൻ നടന്ന് നമ്മളുടെ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. ഇങ്ങനെ HCl ആൻഡ് സിങ്ക് ക്ലോറൈഡ് ഒരുമിച്ച് ഉപയോഗിക്കുന്ന ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോസസ്. ഇതിന് പകരം വേറെ ആരും ഇട്ടാലും ഗ്രോസ് പ്രോസസ് എന്ന് വിളിക്കില്ല. HCl ആൻഡ് സിങ്ക് ക്ലോറൈഡ് മാത്രം ആണെങ്കിലാണ് നമ്മൾ ഗ്രോസ് പ്രോസസ് എന്ന് വിളിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല, ക്ലോറിൻ അല്ല ബ്രോമിനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിലോ, അപ്പോൾ നിങ്ങൾ HBr ആൻഡ് സിങ്ക് ബ്രോമൈഡ് ഇട്ടിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് HBr ആണ്. ഓക്കെ, ബ്രോമിനേഷൻ നടക്കണമെങ്കിൽ കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് HBr വേണം യൂസ് ചെയ്യാൻ. ഇനി അതല്ല നിങ്ങൾക്ക് അയഡിനേഷൻ നടക്കണമെങ്കിൽ HI ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കേണ്ടത് NaI അല്ലെങ്കിൽ KIയും 95% ഫോസ്ഫോയിക് ആസിഡും H3PO4 ഉപയോഗിക്കണം. എന്നാലാണ് അയഡിനേഷൻ നടക്കുകയുള്ളൂ. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതാണ്. ഇതിന് പലതിനും പല റിയേജൻസ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, സോ ഇതാണ് മൂന്നാമത്തെ മെത്തേഡിലെ ആദ്യത്തെ സബ് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, ഇനി ഇതൊരു 3 കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മെത്തേഡും കൂടെ നമുക്ക് കഴിഞ്ഞാൽ ഇവരുടെ പ്രിപ്പറേഷൻ കഴിയും. ഓക്കെ, എന്ന് പറയുന്നത് ഫോസ്ഫറസ് ഹാലൈഡ് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആൽക്കഹോൾസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പ്രിപ്പറേഷൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഫോസ്ഫറസ് ഹാലൈഡും ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്യിച്ചാലും നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. എങ്ങനെയാണ്? കണ്ടോ, ഫോസ്ഫറസിന് തന്നെ 2 ഹാലൈഡ് ഉണ്ട്. പെൻഡാ ഹാലൈഡും ഉണ്ട്, ട്രൈ ഹാലൈഡും ഉണ്ട്. പെൻഡാ ഹാലൈഡ് ചെയ്താലും ട്രൈ ഹാലൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന മെയിൻ പ്രൊഡക്റ്റ് ഒന്ന് തന്നെയാണ്. എന്താണോ നമ്മൾ എടുക്കുന്ന ആൽക്കഹോള് അത്രയും കാർബൺ തന്നെയുള്ള ആൽക്കൈൽ ഹാലൈഡ് എഴുതിയാൽ മതി. പക്ഷേ ബൈ പ്രൊഡക്റ്റാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. PCl5 ആണ് പെൻഡാ ഹാലൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ POCl3 ആൻഡ് HClഉം, PCl3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ H3PO3 ആയിരിക്കും കിട്ടുക. ഇത് തന്നെ ബ്രോമിനും ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ PCl5 വരും, PBr5 മതി. എങ്കിലും കോമൺ ആയിട്ട് ക്ലോറിൻ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ എക്സാമ്പിൾ എഴുതുക ക്ലോറിനായിട്ടാണ്. അപ്പോൾ സ്കൂളിലെ എക്സാമിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ക്ലോറിൻ തന്നെ വെച്ച് എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ ബൈ പ്രൊഡക്ട്സ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അടുത്ത റിയാക്ഷനിലും ബൈ പ്രൊഡക്റ്റ് തന്നെ ഇമ്പോർട്ടൻറ്റ്. റിയാക്ഷൻ എന്താണെന്ന് നോക്കിയേ, തയോണിൽ ക്ലോറൈഡും ആൽക്കഹോളും കൊണ്ട് റിയാക്ട് ചെയ്യുക. തയോണിൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ SOCl2, തയോ എന്ന് പറഞ്ഞാൽ സൾഫറാണ്. അപ്പോൾ SOCl2, ആൽക്കഹോളും SOCl2 കൊണ്ട് റിയാക്ട് ചെയ്താൽ എഗെയിൻ ആൽക്കഹോളിൽ എത്ര കാർബൺ ഉണ്ടായിരുന്നോ അതേ കാർബണുള്ള ആൽക്കൈൽ ഹാലൈഡ് നിങ്ങൾക്ക് പ്രൊഡക്റ്റായിട്ട് എഴുതാം. അവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താ? ബൈ പ്രൊഡക്റ്റാണ്. എന്തൊക്കെയാണ് ബൈ പ്രൊഡക്ട്സ്? SO2ഉം HClഉം. ഈ റിയാക്ഷൻ ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? ഈ ഉണ്ടാവുന്ന 2 ബൈ പ്രൊഡക്ട്സിൻ്റെയും സ്റ്റേറ്റ് എന്താണെന്ന് നോക്കിയേ, ഗേഷ്യസ് സ്റ്റേറ്റാണ്. അപ്പോൾ ബൈ പ്രൊഡക്ട്സ് ഗേഷ്യസ് ആണെങ്കിൽ അവരപ്പം തന്നെ അതിൽ നിന്ന് വോളറ്റൈലായിട്ട് ഇറങ്ങിപ്പോയിക്കോളും. പിന്നെ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നേ ഇല്ല, ഓൾറെഡി പ്യൂരിഫൈഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിനുള്ളത് കൊണ്ട് ഈ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാർക്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
നെക്സ്റ്റ് നാലാമത്തെ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ 3 ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നാലാമത്തെ റിയാക്ഷൻ, അതായത് നാലാമത്തെ പ്രിപ്പറേഷൻ, ആൽക്കൈൽ ഹാലൈഡ്സിന് പ്രിപ്പയർ ചെയ്യാനുള്ള നാലാമത്തെ മെത്തേഡ് ഹാലജൻ എക്സ്ചേഞ്ച് ആണ്. പേര് തന്നെ ഉണ്ടല്ലേ, ഹാലജൻ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹാലജന് പകരം വേറൊരു ഹാലജനെ കയറ്റാം. ആൽക്കൈൽ ക്ലോറൈഡ്സും ബ്രോമൈഡ്സും ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഫ്ലൂറൈഡ്സും അയഡൈഡ്സും ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലോറൈഡും ബ്രോമൈഡും എടുത്തിട്ട് അവരെ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലൂറൈഡും അയഡൈഡും ആക്കി മാറ്റാം. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എൻ്റെ കയ്യിൽ ക്ലോറൈഡ് ആണുള്ളതെങ്കിൽ ഞാൻ സോഡിയം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റോൺ ആയിരിക്കണം അവിടുത്തെ സോൾവെൻറ്റ് അസറ്റോണിൻ്റെ പ്രസൻസിൽ സോഡിയം അയഡൈഡ് ട്രീറ്റ് ചെയ്താൽ എനിക്കത് എന്താക്കി മാറ്റാൻ പറ്റും? ഹാലോ അയഡൈഡ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ? അപ്പോൾ ക്ലോറിൻ മാറ്റി ഞാൻ എന്താക്കി? അയഡിനാക്കി. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. നെയിം റിയാക്ഷൻ ആയതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്താണെന്നും ചോദിക്കാം, പ്ലസ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ്റെ സോൾവെൻറ്റ് എന്താണെന്ന് ചോദിക്കാം. അസറ്റോൺ ആണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ്റെ സോൾവെൻറ്റ്. ഇതേപോലെ തന്നെ ഇതിപ്പോൾ ക്ലോറിന് മാത്രമല്ല ബ്രോമിനും ഇതുപോലെ മാറ്റാം കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ബ്രോമിൻ മാത്രമല്ല ക്ലോറിൻ മാറ്റാം. അപ്പോൾ ക്ലോറിനോ ബ്രോമിനോ മാറ്റി അവിടെ ഫ്ലൂറിനാക്കാൻ AgFO SbF3 അതിലേതെങ്കിലും ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാൽ ഫ്ലൂറിനാക്കാം. ആ റിയാക്ഷൻ്റെ പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ പഠിക്കാം? ക്ലോറിനോ ബ്രോമിനോ മാറ്റി അയഡിനാക്കുന്നതാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. NaI ആൻഡ് അസറ്റോൺ ആണ് അതിന് വേണ്ടത്. ഇനി ക്ലോറിനോ ബ്രോമിനോ മാറ്റി ഫ്ലൂറിനാക്കുന്നതിനെയാണ് നമ്മൾ സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. AgFO SbF3 ആണ് അതിന് വേണ്ടത്. ഓക്കെ, പഠിച്ചോ? ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൽ 2 നെയിം റിയാക്ഷൻസേ ഉള്ളൂ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും. അത് രണ്ടും നെയിം റിയാക്ഷൻ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോൾവെൻറ്റും റിയേജൻറ്റും ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വളരെ സിമ്പിളാണ്. ബോയിലിംഗ് പോയിന്റ് ആണ് ആദ്യം പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി. ബോയിലിംഗ് പോയിന്റ് എന്താ വന്നിരിക്കുന്നത്? ബ്രാഞ്ചിങ് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. അതെന്തുകൊണ്ടാണ്? ബ്രാഞ്ചിങ് കൂടുന്തോറും ഇറ്റ് അസ്യൂംസ് മോർ ലൈക്ക് എ സ്ഫിയർ അല്ലേ? അതിൻ്റെ സ്ട്രക്ചർ കൂടുതലും എന്തുപോലെയായി മാറും? സ്ഫിയർ ആയിട്ട് മാറും. നിങ്ങൾക്കറിയാം ഏറ്റവും കുറവ് സർഫസ് ഏരിയ ഉള്ള ജോമെട്രിക്കൽ ഫിഗർ സ്ഫിയർ ആണ്. അപ്പോൾ ബ്രാഞ്ചിങ് കൂടുന്തോറും സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറഞ്ഞാൽ അവരുടെ സർഫസിലുള്ള വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റും കുറയുന്നത്. സോ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ്ഡ് ബ്രാഞ്ചിങ് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ ഇവർക്ക് വെള്ളവുമായിട്ട് വല്ല കാര്യത്തിൽ സോലുബിലിറ്റി ഇല്ല. വാട്ടറായിട്ട് സോലുബിലിറ്റി കുറവാണ്. പക്ഷേ ദേ ആർ സോലുബിൾ ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്സ് അല്ലെങ്കിൽ ഓർഗാനിക് സോൾവെൻറ്റ്സിൽ അവർ ഹൈലി സോലുബിൾ ആണ്. അതാണ് അവരുടെ physical property. Moving on to the chemical properties of haloalkanes. Chemical properties എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളൊരു ഓർഗാനിക് കോമ്പൗണ്ട് തരുന്ന ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ്, അതിനെയാണ് നമ്മൾ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ ഹാലോ ആൽക്കെയിൻസ് തരുന്ന ഒരു മെയിൻ ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ മാറ്റി പകരം ഒരാൾ കയറുന്നത്. അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് നമ്മളെടുത്താൽ അതിൽ ആ ഹാലജൻ മാറി പകരം ഒരാൾ കയറിയിരിക്കുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെ പല തരത്തിൽ തരാം. സോ അതെല്ലാം കൂടെ നിങ്ങളിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. കാരണം ഇത് എഴുതാൻ വളരെ സിമ്പിളാണ്. എന്താണെന്ന് നോക്കിയേ, അക്വസ് NaOH അക്വസ് KOH ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ എക്സ് മാറി അവിടെ ആര് കയറിയിരിക്കും? OH കയറിയിരിക്കും. അതായത് ആൽക്കഹോൾ കിട്ടും. കണ്ടോ, ആ എക്സ് മാറി അവിടെ OH ആക്കിയാൽ മതി. അക്വസ് ആയിരിക്കണം, ആൽക്കഹോളിക് ആവരുത്. കാരണം ആൽക്കഹോളിക് ആണെങ്കിൽ ആൽക്കഹോളിക് NaOH KOH ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കില്ല നടക്കുക, പകരം എലിമിനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിക്കണം കേട്ടോ. അക്വസ് ആണെങ്കിൽ മാത്രം ആൽക്കഹോൾ. ദെൻ സിൽവർ ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ്. നനഞ്ഞ സിൽവർ ഓക്സൈഡ് അല്ലേ? അതായത് സിൽവർ ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ അങ്ങനെ എടുക്കുകയാണെങ്കിലും ആൽക്കഹോൾ തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് R-ONA സോഡിയം സോൾട്ട്. R-ONA സോഡിയം സോൾട്ട് ഓഫ് സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത്. ഇതിനെ സോഡിയം ആൽക്കോക്സൈഡ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈതർ ആയിരിക്കും. ദിസ് ഇസ് ഈതർ. ഇതാണ് ഈതർ. ROR- അതിനെയാണ് ഈതർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈതർ ആയിരിക്കും. എന്താ റിയാക്ഷൻ? ഇത് സിമ്പിളല്ലേ? ഈ NAയും ഈ എക്സും കൂടെ NaX ആയിട്ട് എലിമിനേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ളതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് KCN വെച്ച് ട്രീറ്റ് ചെയ്താൽ ഈ എക്സ് മാറി അവിടെ ആര് കയറിയിരിക്കും? CN കയറിയിരിക്കും. ഇതാണ് സയനൈഡ് ആയിരിക്കും കിട്ടുക. അപ്പോൾ KCN വെച്ച് ട്രീറ്റ് ചെയ്താൽ കിട്ടുന്നത് സയനൈഡാണ്. ഇനി KCNന് പകരം AgCN ആണ് ഉപയോഗിക്കുന്നതെങ്കിലും CN ഗ്രൂപ്പ് തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷേ അറ്റാച്ച്മെൻറ്റ് വ്യത്യാസം വന്നു. ഇവിടെ C ആണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അടുത്തടുത്ത് N ആയിരിക്കും. സോ ഇത് രണ്ടും ഒന്ന് സൂക്ഷിച്ചോളണം കേട്ടോ. KCN ആണെങ്കിൽ സയനൈഡും AgCN ആണെങ്കിൽ കിട്ടുന്നത് ഐസോസയനൈഡാണത്. ഐസോസയനൈഡ്. NC വരുന്നത് ഐസോസയനൈഡാണ്. ഓക്കെ, അപ്പോൾ ഐസോസൈൻ. ഇനി അമോണിയ വെച്ച് ട്രീറ്റ് ചെയ്താൽ അമോണിയയിൽ ഒരു എച്ചും ഈ എക്സും കൂടെ HX ആയിട്ട് എലിമിനേറ്റ് ചെയ്താൽ RNH2. ഇതാണ് അമീൻ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അമീനായിരിക്കും. കണ്ടോ, അമീൻ കിട്ടി.
ഇനിയോ ഇത് സിൽവർ സോൾട്ടാണ്, സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് R-COOAG. റിയാക്ഷൻ ചെയ്ത് എളുപ്പമാണ്. ഈ Agയും ഈ എക്സും കൂടെ AgX ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക, ബാക്കിയുള്ളത് എഴുതുക. R-COOR'. ദിസ് ഇസ് കോൾഡ് ആസ് എസ്റ്റർ. നമുക്ക് കിട്ടിയത് എസ്റ്റർ ആണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് KCN AgCN പോലെ തന്നെ വ്യത്യാസമുള്ള ഒരെണ്ണമാണ് AgNO2 ആൻഡ് KNO2. KCN ഉപയോഗിച്ചാൽ സൈനൈഡും AgCN ഉപയോഗിച്ചാൽ NCയും കിട്ടും അല്ലേ, ഐസോസൈനൈഡ്. അതുപോലെ AgNO2 ഉപയോഗിച്ചാൽ NO2 ആണ് അറ്റാച്ച്ഡ് ആവുക, KNO2 ഉപയോഗിച്ചാൽ ONO ആണ് അറ്റാച്ച് ആവുക. കണ്ടോ, ഇവിടെ നൈട്രജൻ വഴിയാണ് കണക്ഷൻ, ഇവിടെ ഓക്സിജൻ വഴിയാണ് കണക്ഷൻ. അപ്പോൾ അതും ഇതും ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. സൈനൈഡ് അറ്റാച്ച് ചെയ്യുന്നതും NO2 അറ്റാച്ച് ചെയ്യുന്നതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, ഇറ്റ് ഇസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്, റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് കൊണ്ട് റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് ആൽക്കെയിൻ ആയിരിക്കും. ഇത് ആൽക്കെയിനാണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് റിഡക്ഷൻ നടത്തിയാൽ ആൽക്കെയിൻ കിട്ടും. ലാസ്റ്റ് വൺ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് RMGX. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ട്രീറ്റ് ചെയ്താലും കിട്ടുന്നത് ആൽക്കെയിൻ തന്നെയായിരിക്കും. ഓക്കെ, സോ ഈ റിയാക്ഷൻസ് എല്ലാം എഴുതാൻ സിമ്പിൾ അല്ലേ നോക്കിയേ. റിയേജൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആൽക്കൈൽ ഹാലൈഡിൻ്റെ IX ആരുടെയെങ്കിലും കൂടെ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പകരം വേറൊരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ആൻസേഴ്സ് എഴുതാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ എപ്പോഴും എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ ഇതാണ് അവരുടെ ആദ്യത്തെ കെമിക്കൽ പ്രോപ്പർട്ടി, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ആൽക്കൈൽ ഹാലൈഡ്സ് തരുന്ന രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനാണ് എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും റിമൂവ് ചെയ്ത് കളയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അവർ എന്ത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ നമുക്ക് നോക്കാം. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH, ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ അക്വസ് KOH ഉപയോഗിച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷനും ആൽക്കഹോളിക് KOH ഉപയോഗിച്ചാൽ എലിമിനേഷനുമാണ്. അപ്പോൾ ആൽക്കഹോളിക് KOH കൊണ്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ആൽക്കീൻ കിട്ടും. ഇതിനാണ് ഡീഹൈഡ്രോ ഹാലജനേഷൻ അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ടോ, ഞാനൊരു ആൽക്കൈൽ ഹാലൈഡ് എഴുതിയേക്കാം. ഇതിനെ ആൽക്കഹോളിക് KOH കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊരു ഹാലജനും, അതായത് ഈ ഹാലജൻ എവിടെയാണ് കിടക്കുന്നത്, ഇവിടെയല്ലേ, ഈ ഹാലജനും ആ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന്, ഇപ്പോൾ ഈ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ കാർബൺ, അതിൻ്റെ അടുത്തുള്ള കാർബണാണ് ബീറ്റ കാർബൺ. അപ്പോൾ ഹാലജൻ ഇവിടെ നിന്ന് പോകുന്നു, അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോകുന്നു. ഇവിടെ നിന്നൊരു ഹൈഡ്രജനും ഇവിടെ നിന്നൊരു ഹാലജനും കൂടെ ഇറങ്ങിപ്പോയി, HBr ആയിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു HBr എലിമിനേറ്റ് ചെയ്ത് പോയാൽ ഇവിടെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒരു ഡബിൾ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആൽക്കീൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ബീറ്റ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്നതുകൊണ്ടാണ് അതിനെ ബീറ്റ എലിമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അതിനെ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് പേരുകൾ എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായില്ലേ. ഇനി ഈ കേസിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന എക്സാമ്പിളിൻ്റെ കേസിൽ ഈ കാർബണിന് 2 ബീറ്റ കാർബൺ ഉണ്ട്. ഇതും ബീറ്റ കാർബൺ ആണ്, കണ്ടോ, ഇതും ബീറ്റ കാർബൺ ആണ്. ആൽഫയുടെ അപ്പുറത്ത് കിടക്കുന്ന രണ്ടും ബീറ്റയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരും, ഏത് ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യണം. ഈ സൈഡിലെ ബീറ്റയിൽ നിന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ്. ഈ സൈഡിലെ ബീറ്റയിൽ നിന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ്. ഇതിൽ ഏതാണ് മേജർ പ്രൊഡക്റ്റ് എന്ന് തീരുമാനിക്കുന്ന റൂളിൻ്റെ പേരാണ് സെയ്റ്റ്സഫ് റൂൾ. ഓക്കെ, അപ്പോൾ അഡീഷൻ റിയാക്ഷനെ ഗവേൺ ചെയ്യുന്ന റൂള് മാർക്കോണിക്കോഫ്സ് റൂളും എലിമിനേഷൻ റിയാക്ഷനെ ഗവേൺ ചെയ്യുന്ന റൂള് സെയ്റ്റ്സഫ് റൂളുമാണ്. എന്താ സെയ്റ്റ്സഫ് റൂൾ എന്നറിയോ? ഇങ്ങനൊരു എലിമിനേഷൻ നടന്നാൽ the more substituted alkene will be the major product. More substituted alkene ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡബിൾ ബോണ്ട് ഇരിക്കുന്ന കാർബണിൽ ലെസ് ഹൈഡ്രജൻ എന്നാണ്. ലെസ് ഹൈഡ്രജൻ വരിക എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി എന്നല്ലേ അർത്ഥം. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. ലെസ് ഹൈഡ്രജൻ, ഡബിൾ ബോണ്ടിൻ്റെ ഇടയ്ക്ക് ലെസ് ഹൈഡ്രജൻ വരണം, അല്ലെങ്കിൽ മോർ സബ്സ്റ്റിറ്റ്യൂഷൻ വരണം. ഇവിടെ കണ്ടോ, ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിയേ, 2 + 1 3 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയോ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ആകെ 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ, കണ്ടോ. അപ്പോൾ അവിടെ ഹൈഡ്രജൻ്റെ എണ്ണം കുറവാണ്, വിച്ച് മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൂടുതലാണ്. സോ അതാണ് നമ്മളുടെ മേജർ പ്രൊഡക്റ്റ്. ദിസ് ഇസ് ബ്യൂട്ട് 2-ene, ദിസ് ഇസ് ബ്യൂട്ട് 1-ene. അപ്പോൾ ബ്യൂട്ട് 1-ene ഉണ്ട്, ബ്യൂട്ട് 2-ene ഉണ്ട്, കണ്ടോ. അപ്പോൾ ബ്യൂട്ട് 2-ene ആണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് എലിമിനേഷൻ റിയാക്ഷൻ. അടുത്തത് ഹാലോ ആൽക്കീൻസ് ആക്റ്റീവ് മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷനാണ്. ആക്റ്റീവ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ്. 2 പേരായിട്ട് അവർ മെയിനായിട്ട് റിയാക്ട് ചെയ്യുന്നത് മഗ്നീഷ്യവുമായിട്ടും സോഡിയവുമായിട്ടും. മഗ്നീഷ്യവുമായിട്ട് ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് ചെയ്താൽ കിട്ടുന്നത് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡാണ്. ഈ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയേജൻ്റാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. സോ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ആൽക്കൈൽ ഹാലൈഡ്സിനെ മഗ്നീഷ്യം വെച്ച് ട്രീറ്റ് ചെയ്യുക. എന്തായിരിക്കണം സോൾവെൻറ്റ്? ഡ്രൈ ഈതർ ആയിരിക്കണം സോൾവെൻറ്റ്. അങ്ങനെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് കിട്ടും. ഓക്കെ, റിയാക്ഷൻ സിമ്പിളാണ്. IMG കൂടെ അതിനിടയിലേക്ക് കയറ്റി എഴുതിയാൽ മതി, അപ്പോൾ ആയിക്കോളും, പ്രൊഡക്റ്റ് ആയിക്കോളും.
ദെൻ നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് സോഡിയം. ഇത് നിങ്ങൾ ഓൾറെഡി 11th പഠിച്ചിട്ടുണ്ട്. സോഡിയമായിട്ട് ആൽക്കൈൽ ഹാലൈഡ് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നതിനെ വുഡ്സ് റിയാക്ഷൻ നമ്മൾ പറയാം. വുഡ്സ് റിയാക്ഷൻ. അവിടെയും റിയാക്ഷൻ എഴുതാൻ എളുപ്പമാണ്. 2 മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡ് 2 മോളിക്യൂൾ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്ത് 2 NaX അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. കണ്ടോ, 2 സോഡിയം 2 ഹാലജനുമായിട്ട് 2 NaX എലിമിനേറ്റ് ചെയ്ത് ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ആൽക്കെയിൻ കിട്ടും. ഒരു ഹയർ ആൽക്കെയിൻ. നമ്മൾ എടുത്ത ആൽക്കൈൽ ഹാലൈഡിൻ്റെ 2 മോളിക്യൂൾ കൂടി നമുക്ക് ഡബിൾ നമ്പറുള്ള കാർബണുള്ള ആൽക്കെയിൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം. ഇപ്പോൾ CH3 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 Br. കണ്ടോ, ഇങ്ങനെയുള്ളൊരു ആൽക്കൈൽ ഹാലൈഡ് എൻ്റെ കയ്യിലുള്ളെങ്കിൽ അതിൻ്റെ കൂടെ 2 സോഡിയം പ്ലസ് അതേ മോളിക്യൂള് ഒരെണ്ണം കൂടെ റിയാക്ട് ചെയ്യിക്കണം. കണ്ടോ, ഇനി എന്ത് സംഭവിക്കും? ഈ 2 NA 2 Brൻ്റെ കൂടെ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് നമ്മൾ എടുത്തതിൽ എത്രയുണ്ടായിരുന്നോ അതിൻ്റെ ഡബിൾ എമൗണ്ട് ഉള്ള ആൽക്കെയിൻ നമുക്ക് കിട്ടും. കണ്ടോ, നമ്മൾ എടുത്തതിൻ്റെ നേരെ ഇരട്ടിയുള്ളത് നമുക്ക് കിട്ടി. ഇതിൻ്റെ പേരെന്താ? 2233 ടെട്രാമീഥൈൽ ബ്യൂട്ടേൻ. കണ്ടോ, എടുത്തതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നത് നമുക്ക് കിട്ടും. ഇതാണ് വുഡ്സ് റിയാക്ഷൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഇവിടെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വുഡ്സ് റിയാക്ഷനും ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പ്രിപ്പറേഷനും. ഇതാണ് ഹാലോ ആൽക്കീൻസ് കാണിക്കുന്ന അടുത്തൊരു കെമിക്കൽ പ്രോപ്പർട്ടി. ഈ ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയും കൂടി ഉള്ളൂ. ഇതോടുകൂടി അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഹാലോ ആൽക്കെയിൻസിനെ കുറിച്ചുള്ളൊരു ബ്രീഫ് ഐഡിയ ആണ് നമ്മളിപ്പോൾ തന്നിരിക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കൂടെ ഉണ്ട്. ഇവർ കാണിക്കുന്ന ഒപ്റ്റിക്കൽ ഐസോമറിസം അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം, കാരണം അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹാലോ ആൽക്കെയിൻസ്. ഇന്ന് തന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, മെയിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം നല്ല സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. പിന്നെ മറന്നു പോകുമോ എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ്. അതിനുവേണ്ടി പഠിച്ചത് ഒന്നും കൂടെ എക്സാം ആവുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.